അവസാനം ഓനോന്റെ അതിരൊന്നിട്ട് കെട്ടി നന്നാക്കാൻ വിചാരിച്ചു. എനിക്ക് ഉറപ്പാ ഓൻ ഒരു ഇഞ്ച് പോലും എന്റെ എടുക്കൂല. എന്നാലും ആ സമയത്ത് ഓൻ അതിരിട്ട് കെട്ടാൻ വന്നപ്പോ ഞാൻ ഓനോട് കുറെ ചൂടായി, ദേഷ്യപ്പെട്ടു. എനിക്ക് വായിൽ വന്നൊക്കെ ഞാൻ ഓനെ വിളിച്ചു. ഓൻ ഒന്നും മിണ്ടാതെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇട്ടെന്നോലും അതിര് ഞാൻ അതിലെ കെട്ടിക്കോളാം. ഞാനൊരു വര വരച്ചു കൊടുത്തു, ഓൻ അതിലെ കെട്ടി. അങ്ങനെ ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ മോൻ കിണറിന്റെ വക്കില് തലയിടിച്ചു വീണു, വലിയ മുറിവ് പറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, 1,10,000 രൂപ ഇപ്പൊ നിങ്ങൾ കെട്ടിവെക്കണം. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നാടൊട്ട് കോടി, ഒരു 5 രൂപ ഒരു മനുഷ്യനിക്ക് തരുന്നില്ല. ഞാനൊരു 65 രൂപ എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിലെത്തി. അവര് പറഞ്ഞു, ഒന്നെങ്കിലും അടയ്ക്കാതെ ഓപ്പറേഷന് കേട്ടൂല. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ തെറി പറഞ്ഞ എന്റെ അയൽവാസിയുണ്ട് മഗ്‌രിബിന് ശേഷം ഓടി വരുന്നു. ഓൻ എന്നെ നോക്കി സലാം പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോ പറഞ്ഞ്, പെണ്ണുങ്ങൾ ഇപ്പോഴാണ് എന്നോട് വിവരം പറഞ്ഞ്. അകത്ത് ചെന്നിന്റെ മോനെ കണ്ട് ഓനൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് ഓന്റെ കൈ വെച്ച് എന്നെന്തോ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊടുത്ത് പുറത്തു വന്നു. എന്നോട് വർത്താനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്ക് ഓനോന്റെ അരേന്ന് ഒരു പത്രപേപ്പറിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം എന്റെ കൈമ തന്നു. ഈ മനുഷ്യൻ പറയാ, ഞാൻ അത് എടുത്തു നോക്കിയപ്പോ ഒരു മനുഷ്യന്റെ വേർപ്പ് പറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കിയിട്ട് 500 രൂപന്റെ ഒരു കെട്ടുനോട്ട. 50,000 രൂപന്റെ ആ കെട്ടോന്റെ കൈമ തന്നിട്ട് പറഞ്ഞു, വേഗം ഓപ്പറേഷനുള്ള ബാക്കി നോക്കിയെന്ന്. ഞാൻ അവനോന്റെ കൈ പിടിച്ചിട്ട് പറയാൻ കിട്ടാന്ന് വിങ്ങിപ്പൊട്ടിയപ്പോ ഓൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, ഓൻ എന്റെ മോനും കൂടിയാ, എന്റെ മക്കളപ്പരവും കളിക്കില്ല. എന്നിട്ട് ഇയാൾ പറയാ, ഞാൻ അന്ന് ഓന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തു പോയത് ഓർത്തോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ ഒരാളെ നമ്മള് നാവ് കൊണ്ട് കരയിപ്പിക്കരുത്, സ്നേഹം കൊണ്ട് കരയിപ്പിക്കണം.